ഫ്രണ്ട്സ്, ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഭാവി എന്താണെന്നാണ്. അതിനു മുമ്പ് ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കാർഡുകൾ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ്, രണ്ടാമത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഭാവി എന്താണ്, യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്. നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ബന്ധത്തിന്റെ ഭാവി എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുമ്പോൾ 5 ഓഫ് കപ്സ് ആണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ഒരു നഷ്ടപ്പെട്ടതുപോലെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ സ്നേഹമോ പരിഗണനയോ കറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപിൽ ഒരു പ്രതീക്ഷയില്ല. ഈ ബന്ധം ഇനി എങ്ങനെയാണ് മുമ്പോട്ട് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഒരു നഷ്ടബോധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഭാവി എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴേ മണി, അബണ്ടൻസ്, സക്സസ് എല്ലാവരുടെയും കുറിക്കുന്നതാണ് 9 ഓഫ് പെന്റക്കിൾസ്. നിങ്ങളിങ്ങനെ നഷ്ടബോധത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. സോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളിനി കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കാത്തവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിൽക്കുമ്പോഴേ നിങ്ങളിലേക്ക് പണം, സക്സസ്, സന്തോഷം എല്ലാം വരും എന്നാണ് പറയുന്നത്. അതിനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർഡ്സ് ആണ്. പുതിയ തുടക്കം, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ വരും. നിങ്ങൾ ഏത് ബന്ധത്തിൽ നിന്നാണോ നിങ്ങൾ നഷ്ടത്തിലും ദുഃഖത്തിലും ഇപ്പോൾ നിൽക്കുന്നത്, ആ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഡിപെൻഡൻറ്റും സെൽഫ് ലവിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യും. അവരിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരികയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരികയും ചെയ്യും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.